നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നോടാണ് പാർവതി നീ നുണ പറയുന്നേ. 10-30 വർഷമായില്ലേ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. പാർവതി, നിന്റെ മനസ്സിൽ എന്തോ ഒരു കൊളുത്ത് വീണിട്ടുണ്ട്. വെറും കൊളുത്തല്ല, ആരോ വീശി എറിഞ്ഞ സംശയത്തിന്റെ ഒരു ചൂണ്ടക്കൊളുത്ത്. ശരത്ത്, ഞാൻ ഊഹിച്ചു. അവനത്ര ചെറിയ പുള്ളിയല്ല. അളയിൽ നിന്നും പതുക്കെ പുറത്തിറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. ദേവികയോട് കഴിഞ്ഞ ദിവസം ശരത്ത് സംസാരിക്കുന്നത് അവിചാരിതമായി ഞാൻ കേട്ടു. എന്ത് സംസാരിക്കുന്നത്? പതിവ് പോലെ അവന്റെ വീരസ്യങ്ങളാ. പക്ഷെ അതിനിടയിൽ അവൻ പറഞ്ഞ ഒരു വാചകം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. എന്താ പാർവതി? ആരുടെയോ ഒരാളുടെ മരണത്തിൽ ദേവികയ്ക്ക് പങ്കുണ്ടെന്ന്. ദേവിക മോള് ആരെയോ കൊന്നിട്ടുണ്ടെന്ന്. ദേവിക മോള് കൊന്നു, തിന്നു. അവന് പ്രാന്തല്ലേ പാർവതി? അത് ഒരു ഭ്രാന്ത് പറച്ചിലായിട്ട് എനിക്ക് തോന്നിയില്ല മനോഹരേട്ട. ശരത്തിന്റെ ആ പറച്ചിലിന് പതിവ് പോലെ അത്ര ശക്തമായ മറുപടിയൊന്നും ദേവിക മോക്കില്ലായിരുന്നു. പിന്നെ ദേവിക മോളെ കണ്ടപ്പോ ആകെ പതറി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. പാർവതി, ദേവിക മോളോട് കടുത്ത പകയുള്ളവനല്ലേ ശരത്ത്? ഒരുപക്ഷെ നീ അവിടെ എവിടെയെങ്കിലും നിപ്പുണ്ടെന്ന് കരുതിയായിരിക്കും ശരത്ത് അങ്ങനെ ഒരു നമ്പർ ഇട്ടത്. അല്ല മനോഹരേട്ട, അവൻ എന്നെ കണ്ടിട്ടില്ല, അതെനിക്ക് ഉറപ്പാ. അങ്ങനെ പതറി നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇതുവരെ ദേവിക മോളെ കണ്ടിട്ടില്ല.